പള്ളികളിലും പ്രാർത്ഥന നടക്കുകയാണ്. പീഡനകാലം, ക്രിസ്തുവിൻ്റെ പീഡനത്തെക്കുറിച്ച് നമ്മളിപ്പോൾ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നു. എല്ലാ പള്ളികളിലും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ 2100 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കൾ തൂക്കിലേറ്റിയ ഒരു ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരിയായ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആ വിപ്ലവകാരിയെ 10 മാസം നൊന്തു പ്രസവിച്ച ആ വിപ്ലവകാരിയുടെ അമ്മയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആമേ, ഈ സമയത്ത് നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആമേ, പീലാത്തോസിന്റെ അരമനയുടെ മുമ്പിൽ ആ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി നിൽക്കുകയാണ്. ചുറ്റുപാടും ഇസ്രായേൽ മക്കൾ നോക്കി നിൽക്കുകയാണ്. ആ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി ഇതാ പീലാത്തോസിന്റെ മുമ്പിൽ, പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ വിപ്ലവകാരിയെ സഹായിക്കുവാൻ ആരുമില്ല. എന്നാൽ ആ വിപ്ലവകാരി ആരാണെന്ന് ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇറങ്ങുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ നമ്മുടെ ഹിന്ദു സമുദായത്തിലെ പുരാണങ്ങളിൽ, വേദങ്ങളിൽ ആ വിപ്ലവകാരിയെ കുറിച്ച് ഇങ്ങനെ എഴുതി: ഓം ശ്രീം കന്യക ശുദ്ധായ നമഃ, ഓം ശ്രീം പഞ്ചകായേ നമഃ, ഓം വൃശ്യശൂന്യായ നമഃ. ഇത് സംസ്കൃത ശ്ലോകത്തിലെ ഹിന്ദു സമുദായത്തിലെ പുരാണങ്ങളിൽ ആ വിപ്ലവകാരിയെ കുറിച്ച് ചേർക്കപ്പെട്ടു. എന്നിട്ടും ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല. കാനായിലെ കല്യാണ വിരുന്നിന് ആ വിപ്ലവകാരി കടന്നു ചെല്ലുമ്പോൾ ആ കല്യാണ വീട് ഒരു സാധാരണക്കാരൻ്റെ, ഒരു പാവപ്പെട്ടവന്റെ കല്യാണ വീടാണ്. ആ കല്യാണ വീട്ടിൽ ആ വിപ്ലവകാരി കടന്നു ചെല്ലുമ്പോൾ എല്ലാവരും ശോകമായിരിക്കുന്നു, എല്ലാവരും മിണ്ടാതിരിക്കുന്നു. എന്നാൽ ആ വിപ്ലവകാരി എന്താ ചെയ്തെന്നറിയാമോ? ഈ കല്യാണ വീട് ഒരു അനുഗ്രഹമാവട്ടെ എന്ന് കരുതി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ആ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി. എന്നിട്ടും ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല ഈ വിപ്ലവകാരിയെ കുറിച്ച്. ഈ വിപ്ലവകാരി ആരാണെന്ന് ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കിയിട്ടും അവർ ആ വിപ്ലവകാരിയെ കുറിച്ച് അവർ മനസ്സിലായില്ല എന്ന നാട്ടിൽ നടിച്ചു. എന്നാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ പരിശുദ്ധ ഖുർആനിൽ വരെ ആ വിപ്ലവകാരിയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടു. എന്നിട്ടും ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല ആ വിപ്ലവകാരി ആരാണെന്ന്. ആ വിപ്ലവകാരി പീലാത്തോസിന്റെ ഭവനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, പീലാത്തോസിന്റെ അരമനയിൽ നിന്നുകൊണ്ട് ആ വിപ്ലവകാരി നടന്നു പോകുമ്പോൾ ആ വിപ്ലവകാരിയെ സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ആ വിപ്ലവകാരിക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾക്കറിയാമോ, ഹിന്ദു സമുദായത്തിന്റെ പുരാണത്തിൽ ഈ വിപ്ലവകാരിയെ പ്രജാപതിയാക്കി മാറ്റി, പ്രജകൾക്ക് വേണ്ടി മരിക്കുവാൻ വന്ന പ്രജാപതിയാക്കി ഹിന്ദു സമുദായത്തിന്റെ വേദങ്ങളിൽ ആ വിപ്ലവകാരിയെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത്: ഓം ശ്രീം കന്യക ശുദ്ധായ നമഃ. അതായത് കന്യകയിൽ ജനിച്ചവനെ നീ പ്രാർത്ഥിക്കുക. രണ്ടാമത് ഓം ശ്രീം പഞ്ചകായേ നമഃ. അതായത് പഞ്ചം 5 കായം മുറിവ്, 5 മുറിവുകൾ ഏറ്റവനെ നീ പ്രാർത്ഥിക്കുക. മൂന്നാമത് ഓം ശ്രീം വൃശ്യശൂന്യായ നമഃ. അതായത് വൃഷത്തിൽ മേൽ ശൂന്യനായവൻ, വൃഷത്തിൽ മേൽ മരിച്ചവനെ നീ പ്രാർത്ഥിക്കുക. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയതല്ല, ഹിന്ദു സമുദായത്തിന്റെ പുരാണങ്ങളിൽ എഴുതിയതാണ്. എന്നാലോ ഇവിടെ എന്റെ വേദപുസ്തകം പറയുന്നു, ആ വിപ്ലവകാരി അവൻ പരിശുദ്ധ കന്യാമറിയത്തിൽ കന്യകയിൽ ജനിച്ചു, അവൻ 5 മുറിവുകളേറ്റു, അവൻ വൃക്ഷത്തിൽ മേൽ മരിച്ചു. എൻ്റെ വേദപുസ്തകം പറയുന്നത് ആ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി അവൻ കന്യകയിൽ ജനിച്ചു, അവൻ 5 മുറിവുകളേറ്റു, അവൻ വൃക്ഷത്തിന്മേൽ ശൂന്യനായി. എന്നിട്ടും ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല. എന്നിട്ടും ഇസ്രായേൽ മക്കൾ അറിഞ്ഞില്ല ആ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി ആരാണെന്ന്. ആ വിപ്ലവകാരി പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് നടക്കുകയാണ്. ഒരു മനുഷ്യരും ആ വിപ്ലവകാരിയെ സഹായിക്കുവാനില്ല. ആ വിപ്ലവകാരിയെ ഒറ്റിക്കൊടുത്തവൻ പോലും ആ വിപ്ലവകാരിയെ സഹായിക്കുന്നില്ല. ആ വിപ്ലവകാരി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യന്മാർ ആ വിപ്ലവകാരിയെ സഹായിക്കുവാൻ ചെല്ലുന്നില്ല. ഈ യാത്ര ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ മാത്രം വ്യാകുലപ്പെട്ട 10 മാസം നൊന്തു പ്രസവിച്ച തൻ്റെ മകൻ കടന്നു വരികയാണ്. കരഞ്ഞുകൊണ്ട് വ്യാകുലപ്പെട്ടുകൊണ്ട് ഒരേ ഒരാള്, ആ വിപ്ലവകാരിയുടെ അമ്മ മാത്രം. വീണ്ടും നടക്കുമ്പോൾ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുകയാണ്, ഇസ്രായേൽ മക്കൾ കൂടി നിൽക്കുകയാണ് ഒന്ന് സഹായിക്കുവാൻ.
ഒരു വാക്ക് അവന് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല. ഒരാഴ്ചയ്ക്ക് മുമ്പ് ആ വിപ്ലവകാരിയെ ഓശാന പാടി എതിരേറ്റ ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എവിടെ പോയി? ഒരു സമയത്ത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഓശാന പാടി എതിരേറ്റു എന്നിട്ടും ആ വിപ്ലവകാരിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല. എന്നാലോ ആ വിപ്ലവകാരിയെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇടയിൽ വെച്ച് ശീമോൻ എന്ന പേരുള്ള കർഷകനായ മനുഷ്യൻ ആ വിപ്ലവകാരിയുടെ തോളിലിരുന്ന കുരിശു ചുമക്കുകയായി. എന്നാൽ ആ വിപ്ലവകാരിയുടെ തോളില് ഈ കുരിശ് ആദ്യം വയ്ക്കുമ്പോൾ ആ വിപ്ലവകാരിയുടെ തോള് ചരിഞ്ഞുപോയെന്നാണ് ഈ ചരിത്ര പുസ്തകന്മാർ പറയുന്നത്. എന്നാൽ ആ വിപ്ലവകാരി കടന്നുപോയി. ആ വിപ്ലവകാരിയെ ഗാഗുൽത്താ മലയിൽ 2 കള്ളന്മാരുടെ മധ്യേ ഇസ്രായേൽ മക്കൾ നോക്കി നിൽക്കെ ക്രൂശിൽ തറയ്ക്കുമ്പോഴോ, എൻ്റെ ഇസ്രായേൽ മക്കളെ, നിങ്ങൾക്കറിയാമോ ആ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി ആരാണെന്ന്? ആ ലോകത്തിലെ വിപ്ലവകാരി ആ വിപ്ലവകാരിയാണ് ലോകരക്ഷകനായ നിന്നെയും എന്നെയും വീണ്ടെടുക്കുവാൻ വന്ന സർവശക്തനായ സ്വർഗത്തിലെ നാഥനായ യേശുദേവൻ. ആ വിപ്ലവകാരിയുടെ അമ്മയാണ് പരിശുദ്ധ കന്യാ മറിയം. എന്നാലോ ആ 2 കള്ളന്മാരുടെ മധ്യേ നീ ക്രൂശിൽ തറയ്ക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ നീ ക്രൂശിൽ തറയ്ക്കുമ്പോൾ കള്ളന്മാരെയും കൊണ്ട് പർദീസിലേക്ക് പോയവനാണ് ആ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരിയായ എൻ്റെ യേശു. അതുകൊണ്ടാണ് എൻ്റെ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, യേശു കന്യകയിൽ ജനിച്ചു, യേശുവിന് 5 മുറിവുകളേറ്റു, യേശു വൃക്ഷത്തിന്മേൽ മരിച്ചു എന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഈ സമയത്ത് ക്രിസ്തുവിൻ്റെ പീഡനം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് ആ ലോകത്തിലെ വിപ്ലവകാരിയായ നമ്മുടെ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചത്? എന്തിനു വേണ്ടി? അറിഞ്ഞിട്ട് തന്നെയാണോ? ഇസ്രായേൽ മക്കൾക്ക് അറിയാമായിരുന്നു ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ മകനായ സർവശക്തനായ ദൈവമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇസ്രായേൽ മക്കൾ ആ പാവപ്പെട്ട നമ്മുടെ സർവശക്തനായ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരിയായ യേശുവിനെ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യയെ ക്രൂശിൽ തറച്ചു. എന്നാലോ ഇസ്രായേൽ മക്കൾ നോക്കി നിൽക്കെ, ലോകം മുഴുവൻ നോക്കി നിൽക്കെ, അതിലൊരു കള്ളനെയും കൊണ്ട് പർദീസിലേക്ക് പോയവനാണ് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി കൂടിയായ സർവശക്തനായ സ്വർഗത്തിലെ നാഥനായ സർവശക്തനായ നമ്മുടെ യേശു ക്രിസ്തു.